ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ തന്നെ ഇപ്പോൾ കുട്ടികൾ പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആകണമെന്നാണ് പറയുന്നത്. ഡിപ്പെൻഡൻസിയാണ് മാരേജ് എന്ന് പറയാറുണ്ട്. ഗാമഫോബിയ എന്ന് പറഞ്ഞാൽ വിവാഹത്തോടുള്ള ഭയം അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങളോടുള്ള വിമുഖത, അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ എന്നാണ് അർത്ഥം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി തെറ്റിദ്ധാരണകൾ ഈ ഒരു കാര്യത്തിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റിലും അർദ്ധനാരീശ്വര സങ്കല്പമാണ്. സ്ത്രീയോ പുരുഷനോ ഏകരായിരിക്കുന്നത് അപൂർണതയാണ്. സ്ത്രീയും പുരുഷനും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവികമായൊരു പദ്ധതിക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിൽ ദൈവമക്കൾക്ക് നല്ല ദൈവികതയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാനായിട്ടുള്ള ആ ഒരു പദ്ധതിയാണ് കുടുംബജീവിതം എന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ നമ്മുടെ ക്രിസ്ത്യൻ വാല്യൂവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുടുംബജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ നാളിതുവരെയും ബട്ടർഫ്ലൈസിനെ പോലെ സ്വതന്ത്രരായി വിഹരിച്ചിരുന്ന പെൺകുട്ടികൾ നല്ല അണിഞ്ഞൊരുങ്ങി സ്വന്തമായിട്ട് ജോലിയുണ്ട്, എഡ്യൂക്കേറ്റഡാണ്, എംപ്ലോയിഡാണ്. അപ്പോഴേക്കും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകത്തിൽ ഇങ്ങനെ വിഹരിക്കുമ്പോൾ ജീവിത പങ്കാളി ചില റിസ്ട്രിക്ഷൻസ് ഒക്കെ ഏർപ്പെടുത്തുന്നു, എൻ്റെ സ്വാതന്ത്ര്യം കുറഞ്ഞു പോകുന്നു എന്നൊക്കെ അവർ ധരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരാളുടെ ആവശ്യമില്ല എന്ന് കരുതാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു പെൺകുട്ടി പറഞ്ഞു, എനിക്ക് വിദേശത്ത് പോകണം, പഠിക്കണം, ജോലി വാങ്ങണം, സ്വന്തമായൊരു വീടുണ്ടാക്കണം, ഞാൻ അവിടെ താമസിക്കും, അവിടെ വയസ്സായവരെ നോക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മാരേജ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവൾ കരുതുന്നേയില്ല.